സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി സെലക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ഗ്രൂപ്പ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിജയിയാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റിനും മറുപടി നൽകുന്നതായിരിക്കും. ഇതുവരെയുള്ള എല്ലാ കമൻറ്റുകൾക്കും മറുപടി ഞാൻ നൽകിയിട്ടുണ്ട്. ആ കമൻറ്റിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർ സഭ്യമായ ഭാഷയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ നിങ്ങൾ ക്രിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് മെസ്സേജുകളായിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഭാഷ സഭ്യമാകാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഒരു എന്താ പറയുക, ക്രിറ്റിക്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് തന്നെ വാരി വലിച്ച് ചുമരിൽ ഒട്ടിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും വായിക്കുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാന്യതക്ക് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളതും ആയിരിക്കണം. അതാണ് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ നിങ്ങൾ കവർ പേജ് കണ്ടിട്ടുണ്ടാവും. ഷരീഖ് ഷംസുദ്ദീൻ കേരളത്തോട് ചെയ്തത് ക്രൂരതയാണോ എന്നുള്ളതാണ്. ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ കുറേ ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ ഇൻപുട്സാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്നും ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും പണ്ട് കാലത്ത് പേർഷ്യയിലേക്കായിരുന്നു ഒട്ടുമിക്ക മലയാളികളും പോയത്. 70-60കളുടെ അവസാനത്തിൽ അല്ലെങ്കിൽ 70ൻ്റെ തുടക്കത്തിൽ ആ പേർഷ്യയിലേക്ക് നല്ല രീതിയിൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ 1-2 പേരാണ് പോയത്. അവർ പോയത് ഇവിടുന്ന് ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് കള്ളവണ്ടി അല്ലെങ്കിൽ കപ്പലിന് കയറിയിട്ട് കോർഫുഖാനിൽ ചാടി ഇറങ്ങി, അവിടുന്ന് കിലോമീറ്ററുകളോളം കടലിൽ നീന്തിയിട്ട് കോർഫുഖാൻ തീരത്ത് പോയി അടിഞ്ഞു. അവിടുന്ന് അറബികൾ അവരെ രക്ഷപ്പെടുത്തി ഭക്ഷണവും പാർപ്പിടമൊക്കെ കൊടുത്തു. അങ്ങനെ അവരവിടെ നല്ല ജോലിയിലെത്തി, നല്ല രീതിയിൽ കാശ് സമ്പാദിച്ച് തിരിച്ച് എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി. എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ കപ്പലിന് കയറിപ്പോയിട്ട് അവിടെ നിന്ന് നീന്തി കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് സിനിമ പോലും ഉണ്ട്, നിങ്ങൾക്കറിയാം. ആ സിനിമയുടെ മോഹൻലാലും മോഹൻലാലിനെയും ശ്രീനിവാസനെയും കൊണ്ടുപോകുന്ന ആ ഒരു സീൻ, അപ്പോൾ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന, ചെന്നൈയിലെത്തിക്കുന്ന അതേപോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ് പണ്ട് കാലത്ത് പോയിട്ടുള്ളത്. ആ പോയതിൽ ആദ്യം പോയവരിൽ തന്നെ എല്ലാവരും ഗൾഫിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ UAE എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒത്തിരി പേര് വെള്ളത്തിൽ നീന്തലറിയാതെ വെള്ളത്തിൽ ചാടി മരിച്ചു പോയിട്ടുണ്ട്. ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യം പോയി രക്ഷപ്പെട്ട് വന്ന ആളാണ് തിരിച്ചു വന്ന് പറഞ്ഞത് അവിടെ ഇങ്ങനെ സ്വർണം വരാൻ പറ്റുന്ന രീതിയിൽ സമ്പത്തുണ്ട്, നമുക്ക് പോയാൽ ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞത് ആദ്യം പോയി വന്ന ആളാണ്. തീർച്ചയായിട്ടും പിന്നീട് പോയിട്ട് ജീവൻ നഷ്ടപ്പെട്ടവർ പലരും കടലിൽ നീന്തി കരക്കെത്തിയിട്ടുണ്ടെങ്കിലും വെയിലും ചൂടും സഹിക്കാൻ പറ്റാതെ അവിടെ മരിച്ചു വീണവരുണ്ട്, കടലിൽ വീണവരുണ്ട്, കപ്പലിൽ എന്താ പറയുക, കപ്പൽ യാത്ര സഹിക്കാൻ പറ്റാതെ രോഗികളായി മരിച്ചു പോയവരുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ കുടുംബക്കാർ പിന്നീട് പറഞ്ഞത് ആദ്യം പോയ അയാൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ കുടുക്കിലാക്കിയിട്ട് കൊണ്ടുപോയി കൊന്നില്ലേ എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞത്, അല്ലേ? സത്യമായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം പോയ അയാൾ അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ പോവില്ലായിരുന്നല്ലോ. അത് ലോജിക്ക് കറക്റ്റാണ്. പക്ഷേ സത്യത്തിൽ ആദ്യം പോയ ആൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലേ? അയാൾ പോയി, അയാൾക്കൊരു ഭാഗ്യം കിട്ടിയപ്പോൾ, അയാൾക്കൊരു സമ്പത്ത് നേടാൻ സാധിച്ചപ്പോൾ അയാളുടെ സുഹൃത്വലയത്തിൽ അയാളത് പങ്കുവെച്ചു. അയാളത് എന്താ പറയുക, മറ്റുള്ളവരെ കൂടി ആ സമ്പത്ത് നേടാൻ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അയാൾ ചെയ്ത ഒരു തെറ്റ്. ഇനി രണ്ടാമതൊരു കാര്യം, ഞങ്ങളുടെ നാട്ടിൽ തേരാപാര ഒരു കൂലിയും വേലയില്ലാതെ നടന്ന് പല പണിക്ക് പോയി കഴിഞ്ഞാലും വിജയിക്കാതെ എങ്ങനെ അത് തുടർച്ചയായി ചെയ്യാൻ പറ്റാതെ എന്ന ഒരു ആശാരി ചേട്ടൻ വിളിച്ചൊരു ആശാരിപ്പണി പഠിപ്പിച്ചു. ആശാരിപ്പണി പഠിപ്പിച്ച് കുറച്ച് ആളുകൾ പണിയൊക്കെ ഒരുവിധം പഠിച്ചു വന്നു. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. അയാൾ അവിടെ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോയിട്ട് സ്വന്തമായിട്ട് ആശാരിപ്പണി തുടങ്ങി. പക്ഷേ ഒരു പ്രാവശ്യം എന്തോ അപകടത്തിന് അദ്ദേഹത്തിൻ്റെ വിരലുകൾ മുറിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞത്, ആ ചങ്ങാതി ഇവനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ആശാരിപ്പണി പഠിപ്പിക്കേണ്ടത്, ഇപ്പോൾ അതുകൊണ്ടല്ലേ വിരൽ പോയത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം അയാൾ ചെയ്തു വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ്. അതുപോലെ ഒരു സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനർ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ളതാണെന്ന് തോന്നുന്നു, അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചു. അതായത് സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിപ്പിച്ചു, നല്ല ട്രെയിനിങ് കൊടുത്തു. നന്നായിട്ട് സ്വിം ചെയ്യുന്ന ഒരു കുട്ടി ആറ്റിൽ ചാടി, പുഴയിൽ ചാടിയിട്ട് നീന്താൻ ശ്രമിച്ചു. ആ കുട്ടി മുങ്ങി മരിച്ചു. അപ്പോൾ വീട്ടുകാരും നാട്ടുകാരും മൊത്തം പറഞ്ഞത്, വെറുതെ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ, നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ, അതുകൊണ്ടല്ലേ ചെക്കൻ ചാടി മരിച്ചു പോയത്, അല്ലെങ്കിൽ ആ ചെക്കൻ മരിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാളെ കുറേ കുറ്റം പറഞ്ഞു. ഏകദേശം പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്,
ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു, ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടും പറയാറുണ്ട്, അല്ലാണ്ടും പറയാറുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു, ഞാൻ കൊണ്ടുപോയിട്ട് കുറേ കാശിട്ട് അതൊക്കെ പോയി. ഇപ്പം അച്ചങ്ങായി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന അയാൾ കാശുണ്ടാക്കിയാൽ പോരെ, നാട്ടുകാരെ മൊത്തം ഇതിലേക്ക് വലിച്ചേണ്ട കാശുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പെട്ടുപോയത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് പല കാര്യങ്ങൾ, ഞാൻ ഏകദേശം 10ഓളം ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ടും ആ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, അത് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ചെയ്തത്? അങ്ങേരുടെ വീഡിയോ ഉണ്ട്, നമ്മൾ കാശ് കൊണ്ടുപോയി ഇട്ടു. എവിടെ ഇട്ടു? അങ്ങേര് പറഞ്ഞു വിടാൻ വേണ്ടിയില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ ഡീപ്പായി പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അതായത് വലിയൊരു കഷ്ടപ്പാടില്ലാതെ പൈസ കിട്ടും എന്നൊരു തോന്നൽ വന്നത് കൊണ്ടാണ് അവർ കൊണ്ടുപോയി കാശിട്ടതെന്ന്. അത് അവരുടെ തോന്നൽ മാത്രമാണ്, ഒരിക്കലും അത് റിയാലിറ്റി അല്ല. അതായത് സ്കൈ ഡൈവിങ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നവർക്ക് ഭയങ്കര രസമാണ്, നമ്മൾക്ക് തോന്നും വളരെ ഈസി ആയിട്ട് ചാടാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അതിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടത് സ്കൈ ഡൈവിങ് ആക്സിഡൻറ്റ്സ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രത്തോളം റിസ്ക് ഉള്ള പരിപാടിയാണ് ഇത് എന്നുള്ളത്. അതുപോലെ ഓരോ കാര്യങ്ങളും, അതുപോലെ ഈവൻ നിങ്ങളൊരു പോൾട്രി ഫാം, ചിക്കൻ തിന്നുന്നവരായിരിക്കും ഒട്ടുമിക്ക, ഒരു പോൾട്രി ഫാം നടത്തുന്ന കോഴികളെയൊക്കെ കാണാൻ ഭയങ്കര രസമൊക്കെ ആയിരിക്കും. പക്ഷെ അത് നടത്തുന്നതിൻ്റെ കഷ്ടപ്പാട് അറിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് പോകില്ല. പക്ഷേ കാശ് കൊണ്ടുപോയി ഇടുന്ന ഒരാൾ, നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് കാശ് നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് ഒന്നും അറിയാതെ, പ്രത്യേകിച്ച് ഒന്നും അറിയാതെ അതിൻ്റെ പുറകിൽ കാത്തു നിന്നിട്ട് ആ കാശ് മുഴുവൻ കൊണ്ടുപോയി കളയും. എന്നിട്ട് നമ്മളൊക്കെ ഏതൊരാൾ, എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഒരു പ്രശ്നമുണ്ട്, നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കില്ല. നമ്മളത് എവിടെയാണോ ചെരിഞ്ഞ് നിൽക്കുന്നത് അവിടത്തോട്ട് ഉരുട്ടിത്തള്ളി വിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കാരണം അവിടെ പിടിക്കും. എന്താണോ നമ്മുടെ, ഇപ്പം നമ്മൾ വഴിയിലൂടെ പോകുമ്പം, അതായത് നമ്മൾ നോക്കാതെ സ്റ്റെപ്പ്, അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, നമ്മൾ നോക്കിയില്ല, അപ്പോൾ നമ്മൾ കുഴിയിലോട്ട് വീണു കഴിഞ്ഞാൽ നമ്മൾ ഏതവനാ ഇവിടെ കുഴി ഒഴിച്ച് വെച്ച്, വഴിയിലാണോ കുഴി ഒഴിച്ചത്? പക്ഷെ നോക്കി നടക്കാത്തത് നമ്മളെ തെറ്റാണ്, ഞാൻ കണ്ടില്ലല്ലോ, ഇത് എൻ്റെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആ കുഴി ഒഴിച്ച ആളെ തെറിവിളിക്കും. ചിലപ്പോൾ അയാളുടെ വീടിന് ഫൗണ്ടേഷൻ എടുത്ത് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ വീടിന് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി കിണറെടുത്തതായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ആ കിണർ കുഴിച്ചവരെ ബ്ലെയിം ചെയ്യും. റോഡിൽ പോകുമ്പോൾ, റോഡ് പൊട്ടിയ റോഡിൽ പെട്ടെന്ന് വണ്ടി ജെർക്കായി കഴിഞ്ഞാൽ നമ്മൾ റോഡ് പണിത എഞ്ചിനീയറെ തെറി വിളിക്കും അല്ലേ? എന്തിനാ? നമ്മൾ പോകുമ്പോൾ നമ്മളത് കണ്ടില്ല, നമുക്ക് പറ്റിയ അബദ്ധത്തെ നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിൽ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന്, നിങ്ങളുടെ നഷ്ടങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. മറ്റാരും തന്നെ അതിൻ്റെ പുറകിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരില്ല. അതിന് നിങ്ങൾക്ക് വേറെ ഒരാളെയും ബ്ലെയിം ചെയ്യാൻ അർഹതയില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടോ ട്രേഡിങ്ങിൽ, അതിലൊരിക്കലും യൂട്യൂബിൽ ഇത്രയും നല്ല കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന ഇദ്ദേഹത്തെ നിങ്ങൾ തെറി വിളിക്കരുത്, നിങ്ങൾ മോശമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തരുത്. അത്രയും എക്സ്പെൻസീവായ കണ്ടന്റുകൾ വളരെ ക്ലീനായിട്ട് വളരെ നല്ല രീതിയിൽ യൂട്യൂബിൽ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ നിന്നും പണം സമ്പാദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സുകൾ വെച്ചിട്ട് നിങ്ങളെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് 10,000 രൂപ ഫീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാമായിരുന്നു. പക്ഷേ അതിലൂടെ അദ്ദേഹത്തിന് നേരിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. ചെയ്തില്ല. പുള്ളിക്കാരൻ എന്താ പറയുക, യൂട്യൂബിൽ ഷെയർ ചെയ്തു, ജനങ്ങൾ മുഴുവൻ, അതായത് പൈസ ചിലവില്ലാതെ ആൾക്കാർ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന രീതിയിൽ അതിൽ നിന്നും ഇൻഡയറക്റ്റ്ലി അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ പേ ചെയ്തിട്ടില്ല എന്നൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇത്രയും നല്ല ക്ലാസ്സുകൾ കേരളത്തിൽ ഒരു വിപ്ലവകരമായ ഒരു എന്താ പറയുക ഓഹരി വിപണിയിലേക്ക്, എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഓഹരി വിപണി എന്താണ്, അതിൻ്റെ ടെക്നിക്കൽ ടേംസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പഠിപ്പിച്ച് തന്ന ഒത്തിരി പേര് ആശാൻ എന്ന് വിളിക്കുന്ന ഷരീഖ് ഷംസുദ്ദീനെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് വന്ന നഷ്ടത്തിന് കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതിന് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള അർഹതയില്ല. അദ്ദേഹം നിങ്ങൾക്ക് അറിവ് പകർന്നു തന്നു. ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നല്ലാതെ അദ്ദേഹം അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല, ഇത് പറഞ്ഞു, അത് പറയാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിറ്റിക്സ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാളെടുത്ത് അറിവ് തേടാൻ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കണം. അദ്ദേഹം എങ്ങനെയാണ്, നല്ല മനുഷ്യനാണോ ഒക്കെ പഠിക്കണം അല്ലേ? ഇവിടെ നിങ്ങൾ എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ള 500 വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ മുഴുവൻ കണ്ട് അതിനകത്ത് നിന്ന് കിട്ടാവുന്ന 99% ഡാറ്റ എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് കുറ്റം പറയാൻ അർഹതയില്ല.
നിങ്ങൾ നേരിട്ട് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫീ പേ ചെയ്തിട്ടല്ല ഇത് യൂട്യൂബിലുള്ള കണ്ടന്റാണ്. യൂട്യൂബേഴ്സിൻ്റെ സ്ട്രാറ്റജി കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഷരീഖ് ഷംസുദ്ദീൻ എന്ന ഒരു വ്യക്തിയെ ന്യായീകരിക്കുകയൊന്നുമല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അദ്ദേഹത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവിടെ നമ്മളുടെ, അതായത് വീണ്ടും ഞാൻ ആ പോയിന്റ്, ആ ഒരു ആശയമാണ് നിങ്ങളിലേക്ക് പറയുന്നത്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന നഷ്ടങ്ങൾക്ക് നമ്മളെ ഇത് പഠിപ്പിച്ച ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല, അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യേണ്ടയും കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അവർ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പലതും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, പലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, പലതും നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ പ്രോഫിറ്റ് എന്ന വാക്ക് നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ സെയിം ടൈം അതേ പ്രാധാന്യത്തോടുകൂടി ലോസ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, വിട്ട് കളഞ്ഞിട്ടുണ്ട് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏത് ബിസിനസ്സും പോലെ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ വേറൊരു എന്താ പറയുക, MLM എന്ന ഓമന പേരിൽ നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഒരു നല്ല രീതിയിൽ ആൾക്കാരുടെ കാശ് തട്ടിച്ചെടുക്കുന്ന പരിപാടി തന്നെയാണ്. അതായത് അതിൻ്റെയൊക്കെ ബേസ്, ഏതൊരു സംഭവത്തിലേക്കും നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്താണ്, ഞാൻ 100 രൂപ ഇടുമ്പോൾ വേറെ 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 100 രൂപ അവരെ തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അവർ അത്രയും പ്രോഫിറ്റ് കിട്ടുന്ന എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചൂഴ്ന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ ചേർത്ത 2 പേരിൽ നിന്നും, അതായത് എന്നോട് 1000 രൂപ വാങ്ങിച്ചിട്ടാണ് ഞാൻ ആദ്യം ചേർന്നത്, പിന്നീട് ഞാൻ 2 പേരെ ചേർത്തപ്പോൾ അവരോട് 2000 രൂപ വാങ്ങിച്ചു, എന്നിട്ട് അതിൽ 1000 രൂപ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഫ്രീ ആയി, എൻ്റെ പുറകിലുള്ള 2 പേര് കുടുങ്ങി. ഇനി ആ 2 പേർക്ക് അവരുടെ കാശ് കിട്ടാൻ അവർ പുതിയ 2 പേരെ ചേർക്കണം. അപ്പോൾ അത് അവരിൽ നിന്ന് കിട്ടുന്ന 4 പേരിൽ നിന്ന് കിട്ടുന്ന 4000 രൂപയിൽ നിന്ന് 2000 രൂപ എടുത്ത് ഈ 2 പേരെ സെറ്റിൽ ചെയ്ത് അങ്ങ് പോകും. ഇതാണ് ബേസിക്കലി നടക്കുന്നത്. പക്ഷേ നമ്മൾ അതൊന്നും ചിന്തിക്കാതെ MLM കൊണ്ടുപോയിട്ട് ഇഷ്ടം, ഇപ്പോൾ നല്ല രീതിയിൽ പേര്, ഫേമസ് ആയ പേരുകൾ ഇപ്പോൾ റിസർവ് ബാങ്കും അല്ലെങ്കിൽ എന്താ പറയുക, അതായത് അതോറിറ്റീസ് ബാങ്ക് ഫ്രീസ് ചെയ്തും മറ്റൊക്കെ ആയിട്ട് അടച്ചു പൂട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥയാണ്, അവർക്ക് കാശ് പോയി. അപ്പോൾ അതിന് നമ്മൾ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ കയ്യിലുള്ള കാശെടുത്ത് കൊടുക്കുന്നതിന് മുമ്പേ 100 വട്ടം ആലോചിക്കണം, ഇത് ഞാൻ കൊടുത്താൽ എനിക്ക് കിട്ടാൻ എന്തൊക്കെ സോഴ്സാണ് ഉള്ളത് എന്ന്. സോ ഇവിടെയും ഇദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പിന്നീട് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു അനലിറ്റിക്സ് പവർ അല്ലെങ്കിൽ എന്ത് കാര്യം സിമ്പിളായിട്ട്, അതായത് ഒരാൾ, നിങ്ങൾ കടലിൽ ചൂണ്ടയിടാൻ അല്ലെങ്കിൽ പുഴയിലൂടെ കായലിലൂടെ ഇങ്ങനെ പോവുകയാണ്, കായലിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾ പറയുന്നത് മുമ്പ് അയാൾ ഈ പുഴയിൽ ചാടിയിട്ട് മുത്ത് വാരി അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കെട്ടുണ്ട് അതിൻ്റെ അടിയിൽ, അത് വാരി എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നു. പല വീഡിയോസും ഫോട്ടോസും എന്തൊക്കെയോ മുമ്പ് അങ്ങനെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് റിയാലിറ്റി തന്നെയാണ്. ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറയുകയാണ്, ഒരു ബോട്ടിൽ നിന്ന് ഒരാൾ, പെട്ടെന്ന് ഒരു പബ്ലിക്കിൽ നിന്ന് ഒരാൾ പറയുകയാണ് ഈ കടലിൻ്റെ അടിയിൽ, ഈ പുഴയുടെ അടിയിൽ സ്വർണം നിധിയൊക്കെ ഉണ്ട്, ചാടിയാൽ കിട്ടുന്നുള്ളത്, നിങ്ങൾ അപ്പം തന്നെ എടുത്ത് ചാടുമോ? ഇല്ല, ഒരിക്കലും ചാടില്ല. എന്തുകൊണ്ടാണ്? വെള്ളം കുടിച്ച് ചാകുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. സോ ഇവിടെ ഫിനാൻസ് സൈഡിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്ന് ചിന്തിക്കണം, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരും, അതൊക്കെ. പ്രോഫിറ്റ് അല്ല ഇവിടെ വിഷയം, റിസ്ക് ആണ്. ഇൻ കേസ് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എവിടെ എത്തും? എനിക്ക് എൻ്റെ ലൈഫ് നഷ്ടപ്പെടും, ഞാൻ ജീവിതം കോഞ്ഞാട്ടയായി പോവും എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന മൊമെൻറ്റിൽ നിങ്ങൾ വിജയിച്ചു എന്ന് പറയാം. അവിടം തൊട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ വിജയിച്ചു പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഇതിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസിൽ ഞാൻ ചോദിക്കുന്ന കുറേ ചോദ്യമുണ്ട് ഇവരോടൊക്കെ. എന്താണ്, അതായത് യൂട്യൂബിൽ വീഡിയോ കണ്ടു, ഞാൻ കൊണ്ടുപോയിട്ട് കുറച്ച് കാശ് ഇട്ടു, അത് മുഴുവൻ പോയി, ഇപ്പം എനിക്ക് എൻ്റെ ശമ്പളത്തേക്കാൾ കൂടുതൽ പലിശ കൊടുക്കേണ്ട അവസ്ഥയാണ്, എന്ത് ചെയ്യാൻ പറ്റുക, എങ്ങനെയും എല്ലാവരും നോക്കുന്നത് ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി എവിടെയും ഇല്ലാത്തതാണ്. സോ ഞാൻ ഒരു എന്താ പറയുക, അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 10 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് അത് നിങ്ങൾക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് വ്യക്തമായിട്ട് ആലോചിച്ച് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ നിങ്ങൾ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര കോൺഫിഡൻസ് ആയി, എന്ത് ആന കുത്താൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടും എന്ന രീതിയിൽ എന്താ പറയുക, നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം വെൽ മോട്ടിവേറ്റഡ് ആണ്, ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല, എന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു പവറായി ഞാൻ മാറിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നി. നിങ്ങൾ കാശ് കൊണ്ടുപോയി ഇട്ടു, അതിൽ കാശ് നഷ്ടപ്പെട്ടു. ഇനി അവിടെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ഫസ്റ്റിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ അവിടെ ഒരു റിസർച്ച് ചെയ്തിരുന്നു, ഞാൻ എവിടെയാണ് ഈ പണം ഇടുന്നത്, ഇതിൻ്റെ എന്താ പറയുക, ഇൻ കേസ് എനിക്കിത്
ഞാൻ ഉദ്ദേശിച്ചതുപോലെ പ്രോഫിറ്റിലേക്കല്ല പോകുന്നതെങ്കിൽ എനിക്കുണ്ടാവുന്ന നഷ്ടം എത്രയാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ഇതുകൊണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങൾ റിസർച്ച് ചെയ്തിരുന്നോ? ഇത് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾ ഇത് ചോദിക്കുന്ന ഈ റിസർച്ച് ചെയ്തിരുന്നോ എന്നായിരിക്കില്ല, നിങ്ങൾ ഇതൊന്നും നോക്കിയില്ലേ, കാശ് കൊണ്ടുപോയി ഇടുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും നോക്കിയില്ലേ എന്നാണ് ചോദിക്കുക. തീർച്ചയായിട്ടും ആ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് ഉണ്ടാവാം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇതൊക്കെ പഠിച്ചു, എല്ലാം ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് പഠിച്ചു. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്? എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ, ഞാൻ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ പോകുന്നു, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഒരുവിധമൊക്കെ അറിയാം. അപ്പോൾ ഏത് സെക്ടറിലേക്കാണ് പോകുന്നത്, ഏതാണ് മൂവിങ് സെക്ടർ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനു മുമ്പേ നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ് നല്ല സ്റ്റോക്കാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിൻ്റെ സിൻടെക്സ് എന്നുള്ള സ്റ്റോക്ക്, അതിലേക്ക് നിങ്ങൾ 5 രൂപയും 4 രൂപയൊക്കെ കാണുമ്പോൾ 5 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ അവിടെ റിസർച്ച് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കിന് ഇനി എത്രത്തോളം സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് ഓൾറെഡി ഇന്ത്യയിൽ നിരോധിച്ചതാണ്, അത് മാക്സിമം അതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന് സാധ്യത എന്താണ്, അത് വീണ്ടും താഴോട്ടല്ലേ പോവുക, ഈ കമ്പനി പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും, എനിക്ക് എന്ത് സംഭവിക്കും എൻ്റെ കാശിന്, ഇതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് നിങ്ങൾക്ക് നഷ്ടം വരാനുണ്ടായ ഒന്നാമത്തെ കാരണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും സക്സസ്ഫുൾ ആണ്. അതായത് സിംപ്ലി നിങ്ങളുടെ മുന്നിൽ ഒരു മേശയുണ്ടെങ്കിൽ ആ മേശയിലേക്ക് നോക്കുക, അതിന് 4 കാലുകളുണ്ടല്ലേ, അതിലൊരു കാല് ഒടിഞ്ഞാലോ അത് 3 എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് പോകും അല്ലേ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ വേറൊരു മേശയുണ്ട്, അതിന് ഒറ്റ കാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്ന ഒരു തൂണ്, ആ സ്ട്രീറ്റ് ലൈറ്റിന് ആ ഒരു കാല് ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റ് ലൈറ്റ് താഴെ പോകില്ല. അതേസമയത്ത് അതിന് ഒരു മൊബൈൽ ടവർ മൊബൈൽ ടവറിൻ്റെ അതിൻ്റെ ടവറിന് 4 കാലുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിലൊരു കാലം ഒടിഞ്ഞാലും 3 അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ കാലുകളുള്ള ഒരു ഫർണിച്ചർ ആണെങ്കിൽ അത് ഒരു കാലം ഒടിഞ്ഞാലും എങ്ങനെയെങ്കിലൊക്കെ നിലനിൽക്കും എന്ന് നമുക്ക് ഒരു പോയിന്റ് മനസ്സിലായില്ലേ. അതിനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളതിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തു, അത് നേരെ തിരിച്ചിറങ്ങിപ്പോയി നമ്മുടെ മൊത്തത്തിൽ ലോസാണ് വരുന്നത്. പക്ഷെ നമ്മൾ 5 കമ്പനിയിലേക്ക് നിക്ഷേപിച്ചു, 5 ഡിഫറെൻറ്റ് സെക്ടേഴ്സിലേക്ക് നിക്ഷേപിച്ചു. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും അതിനെ, ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിക്ഷേപിച്ചു. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു പവർ പ്രൊജക്ഷൻ്റെ ഒന്നിലിട്ടു 2 ലക്ഷം രൂപ, ഓട്ടോ സെക്ടറിൽ 2 ലക്ഷം രൂപ ഇട്ടു, ഫുഡ് ആൻഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിൽ 2, അപ്പോൾ 6 ലക്ഷം പോയി. പിന്നെയുള്ളത് നമ്മൾ വേറെ എന്തെങ്കിലും എന്താ പറയുക, ഇലക്ട്രോണിക്സിൽ മൊബൈൽ ഫോൺ കമ്പനിയിൽ 2 ഇട്ടു. പിന്നെ വേറെ എന്താ പറയുക, അഗ്രികൾച്ചർ സെക്ടറിൽ അങ്ങനെ 5 ലക്ഷം രൂപ ഇട്ടു. അപ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് അഗ്രികൾച്ചർ വളരെ മോശമായിരുന്നു. അപ്പോൾ അഗ്രികൾച്ചറിലൊന്നും കിട്ടിയില്ല, കാശ് അവിടെ ഒരു 10,000 രൂപ പോയി. പക്ഷെ മറ്റേതിലൊക്കെ നല്ല ഗ്രോത്ത്, ഇലക്ട്രോണിക്സിലൊക്കെ നല്ല ഗ്രോത്താണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ 10,000 രൂപയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ലോസ് മാനേജ് ചെയ്തു പോകും. അതായത് 4 കാലുള്ള മേശയുടെ ഒരു കാല് പൊട്ടിയാലും ഒരുവിധം പിടിച്ച് നിൽക്കും എന്ന് പറയുന്ന പോലെ. ഇനി നേരെ തിരിച്ചാണ് ചെയ്തതെങ്കിൽ, നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിലാണ് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അവിടെ മൊത്തം കാശിൽ ലോസിലെ തന്നെ നമ്മൾ അവസാനിക്കും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി ചില സമയത്ത് ഭാഗ്യവാന്മാർ കൊണ്ടുപോയിട്ട് ഇടുന്ന കാശിൽ എന്താ പറയുക, അതിൽ നല്ല പ്രോഫിറ്റ് വരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം. പക്ഷെ അത് അപൂർവമായിട്ട് സംഭവം. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നെഗറ്റീവ് സംഭവിച്ചാൽ ഇത് എങ്ങനെ ബാധിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അപ്പോൾ എന്നെ വിളിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ അതിൽ തന്നെ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്ത് ലോസ് വരുത്തിച്ചിട്ടാണ് മിക്ക ആൾക്കാരും വിളിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറയും 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്തു, ഇപ്പോൾ 17 ലക്ഷം രൂപ കടവായിട്ട് നിൽക്കുകയാണ്, 10 പോയി, ഇവിടെ 17 ലക്ഷം രൂപ കടവായിട്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും 10 ലക്ഷം രൂപ നിങ്ങളിൽ ഓപ്ഷൻ ബൈങ്ങിന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൈവേഴ്സിഫൈഡ് ആയിരുന്നില്ലേ, മറ്റ് സെക്ടറിലൊന്നും സ്റ്റോക്കുകളിലൊന്നും ഒന്നും ചെയ്തില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അയ്യോ അതിലൊക്കെ ഭയങ്കര ടൈം എടുക്കില്ലേ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല എന്ന് പറയും. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിരുന്നില്ല, അതാണ് നിങ്ങൾ പരാജയപ്പെടാൻ, നിങ്ങൾക്ക് ലോസ് വരാനുള്ള രണ്ടാമത്തെ കാരണം.
ഇനി മൂന്നാമത്താണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് തന്നെയാണ്. എപ്പോഴും ലോസ് വന്നിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ എനിക്ക് ഇത്ര രൂപ പോയി എന്ന് പറഞ്ഞ്, അതായത് അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ പൊസിഷൻ, ഞാൻ ഫുൾ എമൗണ്ടിനും പൊസിഷൻ എടുക്കും എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. അതായത് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 9 ലക്ഷം രൂപക്ക് നമ്മൾ പ്രോഫിറ്റ് എടുക്കും, എന്നിട്ട് 9 ലക്ഷം രൂപക്ക് നമ്മൾ പൊസിഷൻ എടുക്കും, എന്നിട്ട് കാത്തിരിക്കും പ്രോഫിറ്റിനായിട്ട്. അത് നേരെ ഓപ്പോസിറ്റ് പോകും. ഈ 9 ലക്ഷം രൂപയുടെ ലോസ് പോകുന്നതാണെങ്കിൽ ഇയാൾക്ക് തല ഇറങ്ങും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ വെപ്രാളോ ആവും, കാശ് കൊണ്ട് ലോസിലെത്തിയിട്ട് അതൊന്നും ചെറിയ ലോസ് ആണെങ്കിൽ ബുക്ക് ചെയ്യില്ല, വലിയ ലോസിലെത്തി അവിടെ ബുക്ക് ചെയ്യും, അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറി വരികയും ചെയ്യും, ഇവർ നോക്കിയിരിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ റിസ്ക് അസസ്മെന്റ് ചെയ്യണം. നമ്മൾ എത്ര രൂപ, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇതിനകത്ത് ഞാൻ പ്രതീക്ഷ പോലെ പോയാൽ എനിക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്നരുത്. ഓക്കെ, ഞാൻ പ്രതീക്ഷ പോലെ പോയില്ലെങ്കിലോ എനിക്ക് പരമാവധി എൻ്റെ നഷ്ടം 50,000 രൂപ മാത്രമേ, 1 ലക്ഷം രൂപ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 50,000 രൂപ നഷ്ടം മാത്രമേ എനിക്ക് വരാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ നിർബന്ധമായിട്ടും അതിന് ഒരു കണ്ടീഷൻ അവിടെ വെച്ചിരിക്കണം. ഇത് നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും ലോസ് വന്നാൽ എന്ത് സംഭവിക്കും, ഇത്രത്തോളം എത്ര ശതമാനം വരെ പോവും, ആ നഷ്ടം വരാൻ സാധ്യതയുള്ളതിനേക്കാൾ ഇരട്ടിയായിരിക്കണം നിങ്ങളുടെ ലാഭം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ബിസിനസ് വിജയിക്കുകയുള്ളൂ. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഏതൊരു സ്ഥലത്തും നിക്ഷേപം. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകുന്നവർ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്, ഞാൻ ഈ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 85,000 രൂപയുടെ പൊസിഷൻ എടുക്കുകയാണ്. ഇൻ കേസ് ഇവിടെ ഒരു ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 10 രൂപ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇതിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ നഷ്ടം വരും നോക്കുക. ഓക്കെ, എനിക്ക് ഏകദേശം 15,000 രൂപ നഷ്ടം വരും. 10 രൂപ കുറഞ്ഞാൽ പോലും എനിക്ക് 15,000 രൂപ വരും. ഇനി പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ 25 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 15,000 രൂപ നഷ്ടം സഹിക്കാൻ നിങ്ങൾ തയ്യാറാകും. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് ഇന്ന് 15,000 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് എനിക്ക് എത്ര ദിവസം മുന്നോട്ട് പോകാൻ പറ്റും, അതേപോലെ ഇന്ന് വന്ന നഷ്ടം എനിക്ക് നാളെ ഉറപ്പായിട്ടും നാളെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന ഒരു കണ്ടീഷൻ ഉണ്ടോ? ഇല്ല, നാളെ പറ്റും എന്നതില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാശും കൊണ്ട് എനിക്ക് എത്ര ദിവസം മുന്നോട്ട് പോകാൻ പറ്റും? 15,000 രൂപ ഇന്ന് പോയാൽ ബാക്കി 85 ഉണ്ടാവും, പിറ്റേന്ന് പോയാൽ 70 ഉണ്ടാവും, പിന്നെ 55 ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസങ്ങളെ പോകാൻ പറ്റില്ല, 7-8 ദിവസം മാക്സിമം പോകാൻ പറ്റുള്ളൂ. ഈ 8 ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം പ്രോഫിറ്റ്, അതായത് 7 ദിവസവും നഷ്ടം വന്നു, 8ാമത്തെ ദിവസം പ്രോഫിറ്റ് വന്നാൽ ഈ നഷ്ടം മുഴുവൻ അത് നികത്തുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയും വലിയ റിസ്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ റിസ്ക് കുറച്ചിട്ട് നമ്മുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒന്ന് അടക്കി നിർത്തിയിട്ട് റിസ്ക് കുറക്കുക, എന്നിട്ട് ചെറിയ പ്രോഫിറ്റിലൂടെ പോയിട്ട് ക്യാപിറ്റൽ ഡബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് റിസ്ക് അസസ്മെൻ്റ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കും. ഇതിനകത്ത് നഷ്ടം വന്നാൽ എത്രത്തോളം പോകും എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം അല്ലേ, നാലാമത്തെ ഒരു ചോദ്യം വരുന്നത്, അതായത് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് 15 ലക്ഷം പോയി 20 ലക്ഷം പോയി എന്നിട്ട് വിളിക്കുന്നവർ, ചേട്ടനി പണി ശരിക്കും അറിയുമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് പഠിച്ചു? ഇല്ല, യൂട്യൂബിൽ കണ്ടിട്ട്, അത് മറ്റേ വ്യക്തിയെ തന്നെ പോയിന്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ഒരു പൊട്ടനാണല്ലേ, എന്തൊക്കെയോ നമ്മൾ പഠിച്ചു, എഴുത്തും വായനയും പഠിച്ചു, എന്നിട്ട് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കാശ് അങ്ങ് ഇട്ടു. അപ്പോൾ ഇതിൽ എവിടെയാണ് ഞാൻ കാശ് കൊണ്ടുപോയി ഇടുന്നത്, ഇതിലെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിൻ്റെ രീതി, ഇത്ര രൂപ ഇട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലൊക്കെ അതിനകത്ത് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എവിടെയൊക്കെ എത്ര % ഗ്രോത്ത് വരും, എവിടെ ഞാൻ അത് അവസാനിപ്പിക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഇൻ കേസ് എനിക്ക് അഗെയിൻസ്റ്റ് പോയാൽ എവിടെ അവസാനിപ്പിക്കണം, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നല്ല നോളജ് വേണം ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. അപ്പം അവർ അതിനെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. പുട്ടുണ്ട് കോളുണ്ട് എന്നറിയാം, ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കുക, ഒരെണ്ണം നെഗറ്റീവിലോ കിട്ടോ, അല്ലെങ്കിൽ അതായത് ഓപ്പോസിറ്റ് പോകുമ്പോൾ അടുത്തത് വാങ്ങിക്കുക, അതും ഓപ്പോസിറ്റ് പോകുമ്പോൾ പഴയത് തന്നെ വീണ്ടും വാങ്ങിക്കുക, അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ ഇത് കൃത്യമായിട്ടും ഒരു അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ നിലപാടുകൾ മനസ്സിലാക്കാനോ മാർക്കറ്റിനെ കുറിച്ചുള്ള ഡെപ്തിലുള്ള അറിവോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് നഷ്ടം വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ പോയിൻ്റാണ്, നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിവുണ്ടോ എന്നുള്ളത്. അറിയില്ല എന്നാണ് ഉത്തരവെങ്കിൽ നഷ്ടം വന്നതിനെക്കുറിച്ച് അതൊരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് നിങ്ങൾക്കതും സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഗ്രീഡി ആവാതിരിക്കുന്ന മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ, അതായത് അഗ്രസീവായിട്ട്, എനിക്ക് ഇന്ന് തന്നെ 1 ലക്ഷം രൂപ ഇന്നലെ എനിക്ക് നഷ്ടം വന്നു, എനിക്ക് നാളത്തേക്ക് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് വേണം, ഇതാണ് കണ്ടീഷൻ. ഈ രീതിയിലുള്ള വളരെ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കുന്നതിൽ എപ്പോഴും റിസ്ക് വളരെ കൂടുതലായിരിക്കും. അതേപോലെ വിന്നിങ്ങിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും.
അതായത് നിങ്ങളൊരു ടോസ് ചെയ്യണം, 1 ലക്ഷം രൂപ വെച്ച് ടോസ് ചെയ്യണം. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷമാവും, പോവുകയാണെങ്കിൽ 1 ലക്ഷം മുഴുവനായിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ അങ്ങനെയുള്ള സാധ്യതയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്, വളരെ അപൂർവം മാത്രമേ നിങ്ങൾ വിജയിച്ച് വരികയുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്ത് ലോസ് വരുത്തുന്നവരാണെങ്കിൽ വന്നവരാണെങ്കിൽ ഈ ഓപ്ഷൻ ട്രേഡിങ് വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നഷ്ടം വരുന്നത്, എൻ്റെ മനസ്സ് അത്രയും അഗ്രസീവായി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് നഷ്ടം വരുന്നത്. കൊണ്ട് ഞാൻ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ലോങ് ടേം എന്ന് പറയുന്നത് മോർ ദാൻ 10 ഇയേഴ്സ് ഒക്കെ വരണം, ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഒരു അപ് ടു 3 ഇയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡുകളെ കുറിച്ച് നിങ്ങൾ ചെറിയ ടൈം അത് ഹോൾഡ് ചെയ്തിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു 10-20 സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് ഒരു 3-4 മാസമാണ് അതിൻ്റെ പ്രോഫിറ്റ് വരാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ മനസ്സിനൊന്ന് പിടിച്ചു നിർത്താൻ പറ്റും അല്ലേ. കാരണം കാശ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് പ്രോഫിറ്റിലേക്ക് വന്നാലേ ഇനി അതെടുത്ത് പുതിയത് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻട്രാഡേ അല്ലെങ്കിൽ വളരെ ക്വിക്ക് പ്രോഫിറ്റ് എടുക്കുന്ന പരിപാടികളാണെങ്കിൽ അതിന് മറ്റൊരു റിസ്ക് ഉണ്ട്. കാരണം നിങ്ങൾ ഇന്ന് 1 ലക്ഷം രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും നാളെ 24 മണിക്കൂറിനുള്ളത് അടുത്ത ട്രേഡിംഗ് ഡേ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ 2 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ 4 ലക്ഷം ആക്കാൻ നോക്കും, 2 ലക്ഷത്തിൻ്റെ കൂടെ 2 ലക്ഷം പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിംഗ് ട്രേഡുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ട്, അതായത് നിങ്ങളുടെ ക്വിക്കായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഒരു എന്താ പറയുക സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയും അതൊക്കെ സമയം ഒരുപാട് എടുക്കില്ലേ, ഇവിടെ നിന്ന് ആകെ ഞാൻ 1 ലക്ഷം രൂപയുള്ള അതിനകത്ത് ഇപ്പോൾ 5% പ്രോഫിറ്റ് ഒരു മാസത്തിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2% പ്രോഫിറ്റ് ഒരു മാസത്തേക്ക് കിട്ടി, എന്താ അതിനെ കൊണ്ടാവുക, 2000 രൂപ ഒരു മാസത്തേക്ക് കിട്ടിയിട്ട് വല്ലതും നടക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻസിലാകുമ്പോൾ 1 ലക്ഷം ഇട്ടാൽ 1 ലക്ഷം അപ്പം തന്നെ എടുക്കാം എന്നുള്ളതാണ് അവരുടെ മൈൻഡ് സെറ്റ്, വളരെ ക്വിക്കായിട്ട് വലിയ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷേ അതിനകത്ത് എപ്പോഴും 66% നഷ്ടം വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും അതിൻ്റെ ഒരു പാർട്ടായി മാറി എന്നുള്ളതാണ്. അവരതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ടില്ല, അതായത് ക്വിക്ക് പ്രോഫിറ്റ് വേണോ അല്ല സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പ്രോഫിറ്റ് എടുക്കണോ എന്ന കാര്യത്തിൽ അവർ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചിട്ടില്ല. വളരെ ക്വിക്ക് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ക്വിക്കായിട്ട് നഷ്ടം വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് അറിവില്ല. അതുമാത്രമല്ല അവർ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ അവർ പഠിച്ചിട്ടുമില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു നേരത്തെ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പോകേണ്ടതായിരുന്നു. കാരണം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഏതായാലും സ്വിംഗ് ട്രേഡുകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രോഫിറ്റിന് സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും അവർക്ക് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻ കേസ് പ്രോഫിറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ അവർ കൂടുതൽ കാലം അത് ഹോൾഡ് ചെയ്തിടും. സെലക്ട് ചെയ്തത് നല്ല സ്റ്റോക്കുകളാണെങ്കിൽ കൂടുതൽ കാലം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് എത്ര ലോസിലേക്ക് പോയാലും പ്രോഫിറ്റിലേക്ക് തന്നെ വരും. ഇനി മറ്റൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ലോസ് വരുത്തി വെച്ചവരോട് ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അതായത് നിങ്ങളുടെ ഒരു ലക്ഷം രൂപ മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി, അപ്പം നിങ്ങൾ ഒരു ദിവസം എത്ര രൂപയുടെ പൊസിഷൻ, ഞാനൊരു 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപയൊക്കെ ട്രേഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണ് അതിനകത്ത് പ്രോഫിറ്റ് വേണ്ടത്? അങ്ങനെയൊന്നുമില്ല, അത് കിട്ടുന്നത് പരമാവധി വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് എടുക്കും. കാരണം ലോസ് വന്നാൽ പിറ്റേന്ന് അത് കവർ ചെയ്യണമെന്ന് വിചാരിച്ച് കൂടുതലിടും, അതും നഷ്ടം വരും. പിറ്റേന്ന് അതിന് എല്ലാം തന്നെ അന്നൊരു ദിവസം കിട്ടണം എന്നതിന് 3-ാമത്തെ ദിവസം പോകും. ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ മൈൻഡേ ഇല്ല, അതൊന്നും പോരാ. അതായത് 1 ലക്ഷം രൂപ ഇട്ടിട്ട് 1000 രൂപയുടെ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യില്ല. 1000 രൂപ അയ്യേ അതൊന്നും പോരാ. 25,000 50,000 എത്തിക്കഴിഞ്ഞാലും അത് പോരാ. 99,000 എത്തിയിട്ടും അതും പോരാ. അത് 1 ലക്ഷത്തിൻ്റെ മുകളിലെത്തട്ടെ എന്നിട്ട് കാത്തു നിന്നിട്ട് അവസാനം ഒരു 10,000 25,000 രൂപ ലോസിൽ കൊണ്ടുപോയിട്ട് അവസാനം. കാരണം 99,000 എത്തിയെടുത്തുന്ന മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഇവർ കരുതുന്ന ഒരു ചിന്താഗതിയുണ്ട്, ഇത് തിരിച്ച് 75 എത്തിയിട്ട് മുകളിലോട്ട് തന്നെ വരും എന്നുള്ളത്. 75 എത്തി താഴോട്ടെത്തുമ്പോൾ ഇത് 50 നിന്ന് തിരിച്ച് മുകളിലോട്ട് തന്നെ വരും. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ എത്തുമ്പോഴും ഇവർ എക്സിറ്റ് ആവില്ല. കാരണം ചെറിയൊരു റിസ്ക് എടുത്താൽ ഇത് തിരിച്ച് വന്നാലോ എന്ന് കരുതിയിട്ട് അവിടെ കാത്തിക്കുക, അവിടെ ഒരു 25,000-30,000 ലോസിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ടൈം കഴിയും, എക്സിറ്റ് ആവും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഇത്തരക്കാർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ്? നിങ്ങൾ 10 ലക്ഷം രൂപയായിട്ട് ട്രേഡിങ് തുടങ്ങി, നിങ്ങൾക്ക് മാസം എത്ര രൂപ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് മാക്സിമം കിട്ടണം, ഒരുപാട് ആവശ്യങ്ങളുണ്ട്,
ഇതാണ് മിക്ക ആൾക്കാർ. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടാവണം. ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത് എൻഡിൽ എനിക്ക് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കും. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ 50,000 രൂപയുള്ളൂ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടെ ക്യാപിറ്റൽ, അതായത് പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ മുകളിലേക്ക് ക്യാപിറ്റൽ എത്തിക്കണം. വേറൊന്നുമില്ല, അതിൽ നിന്ന് പിൻവലിക്കാനൊന്നുമല്ല, അദ്ദേഹത്തിന് ആ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കിയെടുക്കണം. ഞാനപ്പോൾ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ദിവസം ഫസ്റ്റ് ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ ട്രേഡിങ് അവസാനിപ്പിക്കുക, രണ്ടാമത് ട്രേഡ് ചെയ്യരുത്. അത് എത്ര 500 രൂപ ആയിക്കോട്ടെ, 1000 രൂപ ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, എത്ര രൂപയായാലും ആദ്യത്തെ ട്രേഡിൽ പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഫസ്റ്റിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ സെക്കൻഡ് ട്രേഡിൽ അവർ പ്രോഫിറ്റിന് ആ പോയ കാശ് മാത്രം തിരിച്ച് കിട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ചെറിയ ഒരു ലോസ്, അതിനൊരു കണ്ടീഷൻ ഉണ്ടാവണം. ഇത്ര ലോസ് ആണെങ്കിൽ ഇത്ര രൂപ വരെ പോകാം എന്നുള്ളത് ഒരു കണ്ടീഷൻ ഉണ്ടാവണം. എന്നിട്ട് ആ രീതിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾ, നിങ്ങൾക്ക് എത്ര രൂപ കിട്ടണം എന്നത്, ഇത് ഞാൻ പറയാൻ കാര്യം 1,00,000 രൂപ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് 1,00,000 രൂപ തന്നെ മന്ത് എൻഡിൽ കിട്ടണം എന്നൊക്കെ പറയാം നമുക്ക് കണക്കിൻ്റെ ബേസിൽ. അതായത് ഒരു 20 ട്രേഡിംഗ് ഡേയ്സ് ഒരു ദിവസം 5,000 രൂപ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1,00,000 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറയാം. പക്ഷേ ഈ 5,000 രൂപ നമ്മൾ 20 ദിവസം എടുത്താൽ പോലും നമുക്ക് 1,00,000 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം ബ്രോക്കറേജ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അതിനകത്ത് 1,00,000 താഴെ ആയിരിക്കും. പിന്നെ എല്ലാ ദിവസവും പ്രോഫിറ്റ് തരാൻ ഇത് എന്താ പറയുക, നമ്മുടെ ആ ബന്ധുക്കളുടെ ഷോപ്പൊന്നും അല്ലല്ലോ എല്ലാ ദിവസവും കാശ് ഇങ്ങോട്ട് തരാൻ. ഇതൊരു ബിസിനസ്സാണ്, ലോസും വരും പ്രോഫിറ്റും വരും. സോ അത് ലോസ് കൂടിയാണ് കണക്കൂട്ടി വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ ഗോൾ, എടുത്താൽ പൊങ്ങാത്ത ലോഡ് നിങ്ങൾ എടുക്കാൻ തയ്യാറാകരുത്. ഫിനാൻഷ്യൽ ഗോൾസ് മന്ത് എൻഡിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് എത്രയാണ് നോക്കിയിട്ട് ചെറിയ ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ കരുതാം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു, എനിക്ക് 1,00,000 രൂപയുണ്ട്, മാസം ഒരു 10,000 രൂപ കിട്ടണം, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഒന്നുകിൽ 2 വിധത്തിൽ ഇത് പ്ലാൻ ചെയ്യാം. ഒന്നുകിൽ ഫുൾ ഫ്ലെഡ്ജിൽ നിങ്ങളുടെ ട്രേഡിങ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണെങ്കിൽ ഫുൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിട്ട് അതിനകത്ത് ലോസ് ലിമിറ്റ് ചെയ്തിരിക്കണം. 2%, 3% മാക്സിമം ലോസ് സെറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഡേയിൽ ട്രേഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്നതിനൊരു കണ്ടീഷൻ വെക്കുക. ഓക്കെ, ഞാൻ ഒരു 25,000 രൂപയെ ഡിപ്ലോയ് ചെയ്യുള്ളൂ, ബാക്കി 75,000 രൂപ ഞാൻ ETF വാങ്ങിച്ച് അവിടെ ഇടുകയാണ്. അപ്പോൾ 75,000 രൂപ ETF വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരു 1% കിട്ടും. അതൊക്കെ അത് അഡീഷണൽ ഒരു നമുക്ക് ഇതായിട്ട് കണക്കൂട്ടാം. 10,000 രൂപ എനിക്ക് മാസം പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 25,000 രൂപ വെച്ചിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഇത്ര ശതമാനം പോയാൽ ഇത്ര രൂപ പോയാൽ ഇത്ര ശതമാനം ആകും, അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഇത്ര വേണം എന്ന രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട്, ലോസ് പോയാലും ഇത്രയാണ്, പ്രോഫിറ്റ് വന്നാൽ ഇത്ര വരും. അതുകൊണ്ട് തന്നെ ഇന്നലെ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് 1-2 ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയാൽ എനിക്ക് സക്സസ്ഫുൾ ആകും എന്ന കൃത്യമായ പ്ലാനിൽ മന്ത് എൻഡിൽ എത്ര രൂപ കിട്ടണം എന്ന കൃത്യമായ ധാരണയിൽ പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈവൻ 50% ഒക്കെ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. അവർ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിച്ചങ്ങ് പോവുകയല്ല ചെയ്യുക. എനിക്ക് ഇന്ന് 50,000 ഇന്നൊരു, അതായത് 1,00,000 രൂപയുണ്ട്, എനിക്ക് ഒരു 25,000 രൂപ മാസം കിട്ടണം, ഇന്ന് 2,000 രൂപ കിട്ടി, ഓക്കെ ഹാപ്പി ആയിട്ട് ഇന്ന് 2,000 കിട്ടി. പിറ്റേന്ന് ട്രേഡ് ചെയ്ത് 500 കിട്ടിയ, ഓക്കെ 500, 2,500 ആയി, ഇനി 22,500 രൂപ കിട്ടണം. ഓക്കെ, അങ്ങനെ ട്രേഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവർ കൃത്യമായിട്ട് അവരുടെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് എത്താത്തവർ എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ലക്ഷ്യമില്ല. എവിടെ എത്തണം, എനിക്ക് എത്ര രൂപ കിട്ടിയാൽ ഇത് അവസാനിപ്പിക്കണം. അതായത് നിങ്ങളിപ്പം പട്ടിണി കിടന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് നല്ല ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് കൊടുത്താൽ പോലും അയാളുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിക്കൽ നിർത്തും. അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ പോവില്ല അല്ലേ. അതേപോലെ തന്നെയാണ് പക്ഷേ ഫിനാൻഷ്യൽ മാർക്കറ്റിലാകുമ്പം എത്ര കിട്ടിയാലും നിർത്തില്ല. അങ്ങനെയുള്ളവർ അത് ലോസിലാണ് അവസാനിപ്പിക്കുക. അത് കയ്യിലുള്ളത് അതായത് ഫുഡ് ഓവർ കഴിച്ചാൽ വോമിറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്ന പോലെ ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിട്ടും ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ കയ്യിലുള്ളത് മുഴുവൻ മാർക്കറ്റ് എടുത്ത് അങ്ങ് പോകും. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്ന ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് അത് 6ാമത്തെ കാര്യമാണ്. ഞാനിപ്പോൾ 6ാമത്തെ ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. ഇനി 7ാമത്തെ ഒരു കാര്യം, മോണിറ്ററിങ് അല്ലെങ്കിൽ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ എന്താ പറയുക, നിങ്ങളൊരു പൊസിഷൻ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നിങ്ങളെടുത്തുനിന്ന് ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 15 രൂപ താഴോട്ട് പോയി. ഒന്നുമില്ല, നിങ്ങൾ ആവറേജ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു പൊസിഷൻ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു സെക്ടറിലേക്ക് പുതിയ നിക്ഷേപം നടത്തണം. ഇതിൽ ഇൻ കേസ് ലോസ് പോയാലും അതിൽ പ്രോഫിറ്റ് വരും എന്ന് ഉറപ്പുള്ളതിൽ. ഇനി അതല്ല നിങ്ങൾ ഓപ്ഷൻ ട്രേഡൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾക്ക് ഒരു 5 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് 1 ലക്ഷം രൂപ ഉണ്ടായത് ഇപ്പോൾ ഒരു 80,000 രൂപ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ചെറിയ രീതിയിൽ ഫണ്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു ചെറിയൊരു കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് വന്നു, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടായി 1.35, 1.15, 1.25 എന്തെങ്കിലുമൊക്കെ ആയി എന്ന് കരുതുക. അപ്പോൾ ആ 1 ലക്ഷം രൂപ അവിടെ വെച്ചിട്ട് ബാക്കി കാശ് പിൻവലിച്ച് മാറ്റാനുള്ള മനസ്ഥിതിയൊക്കെ ഉണ്ടാകുക. അങ്ങനെ ഇതിനെപ്പോഴും മോണിറ്റർ ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഈ ഒരു സെറ്റപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. മോണിറ്റർ ചെയ്യില്ല, അതായത് എത്ര രൂപ ഇന്നലെ 10,000 രൂപ വന്നു, മിനിഞ്ഞാന്ന് 8,000 രൂപ വന്നു, ഇന്നലെ ഒരു 22,000 രൂപ ആഡ് ചെയ്തു. മൊത്തത്തിൽ ഇയാളോട് എത്ര രൂപ നിങ്ങൾ ഇതുവരെ ആഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല, എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അതും അറിയില്ല, ഒന്നും അറിയുന്നുണ്ടാവില്ല. അവസാനം പറയും എനിക്ക് ഒരുപാട് കാശ് പോയിന്ന്. കൃത്യം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പ്രോഫിറ്റിലായിരിക്കും ഉള്ളത്, പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. പിന്നെ മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നത് 1 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ 10,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ 500-600 ട്രേഡുകൾ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ബ്രോക്കറേജ് കണക്കൂട്ടുമ്പോൾ 10,000 രൂപയുടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വൈകുന്നേരം ഇന്ന് ഞാൻ എത്ര ട്രേഡ് എടുത്തു, എനിക്ക് എത്ര ബ്രോക്കറേജ് പോയി, എവിടെയൊക്കെ എനിക്ക് അബദ്ധങ്ങൾ പറ്റി, എവിടെയൊക്കെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്ത് തീരുമാനങ്ങൾ വന്നു, എന്തൊക്കെയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ മൂവ് ചെയ്തത്. ഇപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ ഞാൻ വൈകുന്നേരം ഷെയർ ചെയ്യുമ്പോൾ ഒട്ടും, അതായത് ഒരു 100-ൽ 75 ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് കഴിഞ്ഞു പോയതല്ലേ, ഇതിനെന്തിനാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ മാർക്കറ്റിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇത്ര ശതമാനം മൂവ്മെൻറ്റ് കിട്ടി, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായോ ഇല്ലയോ, എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനകത്തേക്ക് ഡിഗ് ചെയ്തിട്ട് കൃത്യമായിട്ടും ഡാറ്റ അനലൈസ് ചെയ്യുന്നവർക്കാണ് വിജയം മുന്നോട്ടുള്ളത്. കഴിഞ്ഞ ഡാറ്റ ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു എന്നതിനനുസരിച്ചാണ് ഇനി അങ്ങോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഇന്നൊരു പുതിയതായിട്ടൊരു കാര്യങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇന്നലെയുള്ള ഡാറ്റയെ അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഡാറ്റയാണ് നാളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അല്ലാതെ പുതിയതായിട്ട് ഇപ്പോൾ അതായത് നിങ്ങൾ നിഫ്റ്റി ഇപ്പോൾ 21,000-ലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ 48,000-ൻ്റെ പൊസിഷൻസ് നാളെ പോയിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഇന്നലെ എവിടെയാണോ നിന്നത്, ഇപ്പോൾ 21,000-ലാണ് മാർക്കറ്റ് നിന്നത്, ഇന്നലെ അവസാനിച്ചത്, സോ നാളെ ഞാൻ 21,000 മുതൽ തുടങ്ങണം എന്നതായിരിക്കും. അങ്ങനെ കഴിഞ്ഞ ഡാറ്റയെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് അതിൽ നിന്നായിരിക്കണം നിങ്ങൾ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അതിന് എനർജി ഉൾക്കൊള്ളുന്നത്, അതിൻ്റെ ആശയങ്ങൾ രൂപപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളും അതിനെ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ആണെങ്കിൽ അത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കാം, എനിക്ക് ഇത്ര രൂപ വന്നു, അപ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ണും തുറന്ന് കണ്ടില്ല, ഇതൊന്നും ഇവിടെ എങ്ങനെ കാശ് പോയി എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ അവരോട് ഈ ഒരു കാര്യം നിങ്ങൾ സ്വയം ചോദിക്കുക. അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് ഇതിനെ ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നുണ്ടോ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങളോട് തന്നെ ചോദിക്കുക. പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടാവും, കാശ് ഇവർക്ക് പ്രോഫിറ്റ് കയറി വന്നിട്ടുണ്ടാവും. എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം വളരെ ക്ലോസ് ആയ ഫ്രണ്ട് തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്നത് പ്രോഫിറ്റ് ഒരുപാട്, നല്ല ട്രേഡറാണ്, നല്ല ബെസ്റ്റ് ട്രേഡറാണ്. അത് 1 ലക്ഷം രൂപ ഇട്ടിട്ട് അദ്ദേഹം 2.25 ലക്ഷം രൂപ വരെ പൊസിഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പിൻവലിക്കായിരുന്നില്ലേ, അപ്പോൾ ഞാൻ കരുതിയത് 2.25 വെച്ചിട്ട് 5.5 ആക്കാമെന്നുള്ള ഒരു ധാരണയായിരുന്നു. അത് വെച്ച് ട്രേഡ് ചെയ്തപ്പോൾ പൊസിഷൻ സൈസ് വലുതായി. അതുവരെയും അദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന ലോസിനേക്കാളും വലിയ ലോസുകൾ കണ്ടപ്പോൾ ആകെപ്പാടെ പ്രഷർ കയറി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ലോസിലേക്ക് പോയി, എക്സ്പയറി ഡേയിൽ 0 ആയിപ്പോയി. അപ്പോൾ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപയും പോയി. 2.25 എത്തിയതിൽ നിന്ന് എന്തിനാ 2 ലക്ഷം രൂപ എത്തുമ്പോൾ തന്നെ അതിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ച് മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. എൻ്റെ 1 ലക്ഷമേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അത് വെച്ച് നമ്മൾ ചെറിയ പൊസിഷൻസ് എടുക്കുകയുള്ളൂ, അതിന് കിട്ടുന്ന പൊസിഷനെ എടുക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാക്സിമം ലോസ് അവിടെ 1 ലക്ഷത്തിൽ നിർത്താൻ പറ്റും. പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്യാപിറ്റലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മോണിറ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്, അതിൻ്റെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒക്കെ ആവശ്യതാണ്. അപ്പം നേരത്തെ വെച്ച് നിങ്ങൾ ഈ കാശ് പോകുന്നതൊന്നും കണ്ടിട്ടില്ലേ, എന്ത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്നാണ് ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ളത്. തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ശ്രദ്ധിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. പുതുവർഷമാണ് വരുന്നത്, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ പോകണം. ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് മാർക്കറ്റിലെ എക്സ്പീരിയൻസ് എന്തൊക്കെ നിങ്ങൾ ഗെയിൻ ചെയ്തു, എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇനി 8ാമത്തെ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ബുദ്ധിമുട്ടി ആക്കുന്നുണ്ടോ? അതായത്
ഇപ്പോൾ എനിക്ക് 15 ലക്ഷം രൂപ നഷ്ടം വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളവിടെ സ്വാഭാവികമായിട്ടും മറ്റുള്ള മുകളിലേക്കാണ് വയ്ക്കുക. വീട്ടിൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്, അല്ലെങ്കിൽ ഓഫീസിൽ ജോലിക്കിടയിലാണ് ട്രേഡ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ബോസ് വിളിച്ച് അല്ലെങ്കിൽ മാനേജർ വിളിച്ച് കഴിഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് പോകണം. ചിലപ്പോൾ അയാൾ ഈയിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, അദ്ദേഹം വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആളാണ്, പക്ഷേ പുള്ളി പറഞ്ഞത് സാധാരണ മീറ്റിങ്സ് ഒന്നും ഉണ്ടാവാറില്ല. അന്ന് ഞാൻ എക്സ്പയറി ഡേയിൽ വലിയൊരു പൊസിഷൻ തലേന്നെടുത്ത് ഹോൾഡ് ചെയ്തത്. അന്ന് പിറ്റേന്നേക്ക് രാവിലെ മീറ്റിംഗ് തുടങ്ങിയതാണ് 9 മണിക്ക്. അത് തീരുമ്പോൾ ഏകദേശം 2 മണിയായി. ഞാൻ വരുന്ന നോക്കുമ്പോൾ എനിക്ക് 84,000 രൂപ നഷ്ടം വന്നു. 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റലിൽ 84,000 രൂപ നഷ്ടം വന്ന് കിടക്കുന്നു. പിന്നെ എന്ത് ചെയ്യാനാ? 1 മണിക്കൂർ കൊണ്ട് ആ പൊസിഷൻ 0 ആയി മാറി. അങ്ങനെയുള്ള അവസ്ഥകളിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ട്രേഡിങ്ങിനെ, നമ്മുടെ റൊട്ടീൻ മൂവ്മെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം. അപ്പോൾ എല്ലാവരും, നിങ്ങൾ വേറെ ജോലിയുള്ളവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡിംഗ് രീതി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വരാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പല രീതിയിൽ വരും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും വിളിച്ച് പെട്ടെന്ന് പറയും, ഞാൻ ഈ പൊസിഷൻ എടുത്തിട്ട് എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്, നീ പെട്ടെന്ന് എടുത്തോന്ന് പറയും. പക്ഷെ അയാൾ നേരത്തെ എടുത്തതുകൊണ്ട് അയാൾക്ക് പ്രോഫിറ്റായി. പക്ഷെ നിങ്ങൾ എടുക്കുന്ന മൊമെൻറ്റിൽ അത് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് അവിടെ ലോസ് വരും. അങ്ങനെ പല കാര്യങ്ങളിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, നമുക്ക് ഫാമിലി, കുട്ടികളായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എൻഗേജ്ഡായി പോവുക ജോലിയിൽ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. വലിയ അപകടമാണ്. ഒന്നുകിൽ അവർക്ക് ട്രേഡിങ്ങിൽ കാശ് പോവും, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ അവരുടെ ജീവൻ പോവും. രണ്ടിലേതെങ്കിലും ഒന്ന് പോവും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരൊന്നും തന്നെ പലരും എന്നോട് പറയാറുണ്ട്, ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഇടയിലായിരുന്നു, ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ലോസ് ആയി പോയി എന്നൊക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വല്ലതും ഉണ്ടായിരുന്നോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും. ഇതെന്താ എന്നെ വിളിക്കുന്ന ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പൊസിഷൻ എടുത്തതെന്ന് ചോദിക്കുക. അപ്പം പറയും, അല്ല, യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു, അത് വെച്ച് അങ്ങ് അനലൈസ് ചെയ്തെടുത്തതാണെന്ന്. അപ്പോൾ അനലൈസ് എന്താണെന്നുള്ളത് അവർക്കും അറിയില്ല, അവർ ചെയ്തത് എന്താണെന്നുള്ളത് അവർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത്. സോ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, ഇത് ഒരുപാട് കാര്യങ്ങൾ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൽ വരുന്നുണ്ട്. കാരണം ടിപ്പ് പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളുള്ളവർ, അല്ലെങ്കിൽ ഫാമിലി, നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഇടയിൽ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് പവർ പോവുക, നെറ്റ്വർക്ക് പോവുക, കമ്പ്യൂട്ടർ ഹാങ് ആവുക, ഇങ്ങനെ പല കാര്യങ്ങൾ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വരും. അതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ വളരെ അങ്ങനെ വന്നാൽ എങ്ങനെ അത് സർവൈവ് ചെയ്യും എന്നുള്ളത് ഈ പൊസിഷനിലേക്ക് എൻ്റർ ആകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വീകരിക്കാൻ, അതായത് അറിവ് നേടാൻ തയ്യാറാവുക. അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്കിത് ഉപകാരപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ ആ കാര്യം കയ്യിലെടുത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അറിവ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര രൂപ പ്രതിഫലം കൊടുത്താലും നമുക്ക് അറിവ് ഒരാൾ പറഞ്ഞു തരാൻ തയ്യാറല്ലെങ്കിൽ ആ അറിവ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം അറിവ് എന്ന് പറയുന്നത് അയാളുടെ മനസ്സിലുള്ളതാണ്. നമ്മൾ കോടികൾ, നമ്മുടെ ജീവിതം മുഴുവൻ അയാൾക്ക് പണയം തരാം എന്ന് പറഞ്ഞാൽ അയാൾ പറയുകയാണ് ഞാനത് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞാൽ അയാളെ കുത്തിക്കൊന്നോ അല്ലെങ്കിൽ തല്ലിക്കൊന്നാൽ പോലും അത് നമുക്ക് കിട്ടില്ല. കാരണം അയാളുടെ മനസ്സിലാണ് ആ അറിവുള്ളത്. സോ അറിവിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കുമോ അതൊക്കെ പഠിപ്പിച്ച ആളിനെ അവസാനം ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് ആ അറിവിനെ കൊണ്ടുപോകരുത്. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക. അതായത് കത്തി കണ്ടുപിടിച്ച ആൾ, ആദ്യമായിട്ട് കത്തി കണ്ടുപിടിച്ചത് ആപ്പിളിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് കത്തി കണ്ടുപിടിച്ചു. പക്ഷെ പിന്നീട് ഏറ്റവും ആദ്യം ചെയ്തത് അത് ഒരാളെ കൊല്ലാൻ വേണ്ടി ആ കത്തി ഉപയോഗിച്ചു എന്നുള്ളത്. ആ കത്തി കണ്ടുപിടിച്ച ആൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഒരു പോസിറ്റീവായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതേപോലെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിൽ, കാരണം ഓൺലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞത് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതോടുകൂടിയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വന്നത്. ഒട്ടുമിക്ക ലോകത്ത് എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ മൊബൈൽ അഡിക്ഷൻ വന്നത് കാരണം കുട്ടികൾ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് റീൽസ് കാണാനും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ അവരതിന് അഡിക്ഷനായി. അതിന് ഈ പറഞ്ഞ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇങ്ങനെ വരും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് നമ്മൾക്കും അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അത് സംഭവം. അപ്പോൾ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പക്ഷേ അറിവ് പഠിപ്പിച്ച ആളെ
തെറി വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ അറിവിനെ നിങ്ങൾ എത്തിക്കരുത്. അത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ്സ്. ഇപ്പോൾ ഒരാൾ നിങ്ങളോട്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതിൽ നിന്ന് എല്ലാം വിഴുങ്ങി അതുപോലെ പോവുകയല്ല വേണ്ട. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. ബാക്കി സാധനങ്ങൾ ഇവിടെ തന്നെ മറന്ന് വിട്ടങ്ങ് പോയേക്കുക, മറ്റൊന്നും ചെയ്യരുത്. അത് എല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്ത് സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അറിവ് ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ എന്നും ഓപ്ഷൻ ട്രേഡിങ്ങിലല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ എപ്പോഴും പറയുന്നത്, എന്ന് നിങ്ങൾ പഠനം നിർത്തുന്നു അന്ന് മുതൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ താഴോട്ടേ പോവുള്ളൂ എന്നുള്ളത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ. നമ്മളെ കയ്യിൽ 10 സ്റ്റോക്കിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 സ്റ്റോക്കിനെ കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഇടിഞ്ഞു താഴോട്ട് പോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അറിവ് ശേഖരിക്കാൻ വേണ്ടി മാക്സിമം, അതുപോലെ നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആ സ്ട്രാറ്റജിയിൽ എപ്പോഴും ലോസാണ്. അപ്പോൾ അതിനകത്ത് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ, അതല്ലെങ്കിൽ വേറൊരാൾ അതിനേക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ അത് പഠിപ്പിച്ചു തരാൻ തയ്യാറാണെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് കാണിക്കുക. നമ്മളിൽ എന്തൊക്കെ അബദ്ധങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പുതുമ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ അബദ്ധങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈനലി എന്തായാലും നിങ്ങൾക്ക് 10-25 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരേ ഒരു ചോദ്യം, അവസാനം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയൊക്കെ നഷ്ടം വന്നില്ലേ, ഇതെങ്ങനെ നഷ്ടം വന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയോ? അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക്, ചില ആൾക്കാർ പറയും കേട്ടോ, എനിക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ കുറേ ക്യാൻഡിൽസ് ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് കയറി പൊസിഷൻ എടുക്കും, പിന്നെ ഒന്നും നോക്കില്ല. അങ്ങനെ ഒരു അബദ്ധമാണ് എനിക്ക്, അത് ഞാൻ നിയന്ത്രിക്കേണ്ടതായിരുന്നു, എനിക്ക് സാധിക്കുന്നില്ല, എങ്ങനെയോ അങ്ങനെയുള്ള കുറേ അങ്ങനെ പറയും. ചില ആൾക്കാർ പറയും, ഞാൻ എത്ര പ്രോഫിറ്റ് കണ്ടാലും ബുക്ക് ചെയ്യില്ല, അതെനിക്ക് അബദ്ധമായിട്ടോ, ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർ അത്രയും കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോഴേ അതിലൊക്കെ കുറേയൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇത്രയും രൂപ നഷ്ടപ്പെടുത്തി, നിങ്ങൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു? ആ പൈസ നഷ്ടപ്പെടുത്തി മാർക്കറ്റിൽ നിങ്ങൾ നിന്നിട്ട് പലതും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പൈസ നഷ്ടപ്പെട്ടതിലൂടെ, അതായത് ഓരോ ട്രേഡും ലോസിലേക്ക് പോകുന്നതിലൂടെ നിങ്ങൾ എന്ത് പഠിച്ചു? ഇനി നിങ്ങൾക്ക് അത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ അബദ്ധങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യത്തിന് പലർക്കും ബബ്ബാന്നായി ആകെപ്പാടെ വേർത്തു പോകും. ഈ 10 കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേനും, ചേട്ടാ എന്താ ചെയ്യേണ്ടത്, പെട്ടുപോയി, നിങ്ങൾ പറഞ്ഞതായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്, പിന്നെ അതിനുശേഷം പലരും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേനും കരഞ്ഞിട്ടുണ്ടാവും. കാരണം വലിയ ലോസ് വന്നവർ, ചെറിയ ലോസൊക്കെ വന്നവർ അപ്പോഴത്തേനും ഓക്കെ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ വലിഞ്ഞങ്ങ് പോകും. ഇതാണ് റിയാലിറ്റി. ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും കാശ് പോയിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യരുത് നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ലെങ്കിൽ. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയുള്ള ഒരുപാട് പേരുണ്ട്. ഹ്യൂജ് ചില്ലറയൊന്നുമല്ല. ഇപ്പം നമ്മുടെ റാസ് ലെവൽസ് ഫോളോ ചെയ്ത് കണ്ടിന്യൂസ്ലി 50%, അത് റേഞ്ച് ബൗണ്ടിൽ ഞങ്ങളെ ഗ്രൂപ്പൊക്കെ ലോസിൽ അവസാനിക്കുന്ന ദിവസം അവർ വളരെ കൃത്യമായിട്ട് 50% ഒക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു പോകുന്നവരുണ്ട്. പക്ഷേ അത് 100-ൽ ഒരാളൊക്കെയാണ്. അപ്പം എല്ലാവരും അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് സംഭവിച്ചു പോയ അപകടം, നിങ്ങൾ ബൈക്ക് എടുത്ത് പോകുമ്പോൾ റോഡിൽ തെന്നി വീണു. എന്തുകൊണ്ടാണ് തെന്നി വീണ? അവിടെ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു റോഡിൽ, ടാറിങ്ങിൽ. അപ്പോൾ അത് ഞാൻ കണ്ടില്ല. അതിലെത്തിയപ്പോൾ വണ്ടി സ്കിഡായി, ഞാൻ മറിഞ്ഞു വീണു. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇങ്ങനെ ഒരു എവിടെയെങ്കിലും റോഡിൽ ടാറിങ്ങിൽ കളർ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പറയും മണലായിരിക്കും, തെന്നി വീഴും. അപ്പോൾ നിങ്ങൾ ഒന്ന് സ്ലോ ചെയ്ത് സൈഡിലൂടെ കയറിപ്പോവും. അതേപോലെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സമയമായി എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ ഒരു പുതിയ വർഷമാണ് വരുന്നത്, പുതിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്തത് തന്നെ ആയിരിക്കും റിപ്പീറ്റേഷൻ വരുന്നത്. അതിൽ പുതുമ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് ജീവിതത്തിൽ മനോധൈര്യം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ എന്തൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. കാരണം ഈ ലോകത്ത് ആരും തന്നെ ജനിക്കുമ്പോൾ തന്നെ വിജയിയായി വന്നിട്ടില്ല. എല്ലാവരും പരിശ്രമിച്ചു പരാജയപ്പെട്ടു, പിന്നീട് പരിശ്രമിച്ചു വിജയിച്ചു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നും ബൈ പറഞ്ഞ് ഒഴിവായി പോയിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജിതനായിട്ട് ജീവിതം തീർക്കേണ്ടി വരും. അതല്ല ആദ്യം ഞാൻ 10 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി, എനിക്ക് വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ 10,000 രൂപയേ ഉള്ളൂ. ഇതിനകത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി
എനിക്ക് മുന്നോട്ട് വിജയിച്ച് കയറണം, അവിടെ പോയ കാശ് തിരിച്ച് പിടിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക്, നമ്മളുടെ ആ ഫീഡിങ്, നമ്മൾ കൊടുക്കുന്ന ഫീഡ്, നമ്മുടെ മനസ്സിൽ ഫീഡ്, എനിക്ക് വിജയിക്കാൻ പറ്റുന്നത് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അത് രജിസ്റ്റർ ആവും. കാരണം എനിക്ക് പറ്റും എന്നുള്ളത്. നമ്മൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ആദ്യം പോയി വണ്ടി ഓഫ് ചെയ്തു, അല്ലെങ്കിൽ വണ്ടി കൊണ്ടൊരു മരത്തിലിടിച്ചു, സൈഡിലിടിച്ചു, കമ്പിക്കിടിച്ചു, ലൈസൻസ് കിട്ടിയില്ല, 7-8 ടെസ്റ്റ്. ദുബായിലൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുന്നവർക്കറിയാം, 7, 8, 9, 10 ടെസ്റ്റ്. ഓരോ ടെസ്റ്റിനും 2 മാസം സാലറിയൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അത്രയും കൊടുത്തിട്ട് അവർ, പക്ഷേ അതിൻ്റെ എനിക്ക് പറ്റില്ല, ഞാൻ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ അത്രയും കാശ് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് ഒരിക്കലും പിന്നെ അവർക്ക് ഡ്രൈവിങ് എന്ന് പറയാം, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, ഞാൻ കുറേ ട്രൈ ചെയ്ത് എന്നെ കൊണ്ട് ആവില്ല എന്ന് അവർ പിന്മാറും. പക്ഷേ അവിടുന്ന് 8 ടെസ്റ്റിൽ പൊട്ടിയിട്ട് ഏകദേശം 8 ലക്ഷം രൂപയും പോയിട്ട് നിൽക്കുന്ന ഒരാൾ 9ാമത്തെ ടെസ്റ്റിന് പോകും. ഞാൻ അതിനിത് വിജയിച്ച് കയറിയിട്ടേ അടങ്ങുള്ളൂ. അയാൾ അപ്പോൾ ചെറിയൊരു ടൈം ഡ്യൂറേഷൻ ശമ്പളമൊക്കെ സേവ് ചെയ്ത് വീണ്ടും 1 ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തു. അതിലും അയാൾ പൊട്ടി. വീണ്ടും എന്നിട്ട് അയാൾ വിട്ടൊഴിയാതെ വീണ്ടും ഒന്നുകൂടി പരിശ്രമിച്ചപ്പോൾ അയാൾക്ക് കിട്ടി. അങ്ങനെ വരുമ്പോൾ അയാളുടെ മനസ്സിൽ, അയാൾക്ക് ലൈസൻസ് കിട്ടി അയാൾക്ക് വണ്ടി ഓടിക്കാം, അത് ഒരു കാര്യമാണ്. പക്ഷേ അയാളെ കൊണ്ട് ഏതൊരു കാര്യം, ഏതൊരു ചലഞ്ചും നേടാൻ പറ്റും എന്ന ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഈവൻ്റാണ് അവിടെ നടന്നത്. അയാളുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് ഒരു പവർ കൊടുക്കും. പിന്നെ ഇങ്ങനെ ലൈഫിൽ ചലഞ്ചസ് വരുമ്പോൾ ഒന്നുമല്ല, എനിക്ക് വിജയിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നേടിത്തരാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഷരീഖ് ഷംസുദ്ദീൻ എന്ന വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഓപ്ഷൻ ട്രേഡിംഗ് ഇന്ത്യയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഇന്ത്യയോ ഒരു സെർച്ച് ചെയ്ത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ട് 10,000-കണക്കിന് ചാനലുകൾ കിട്ടും. അതിൽ നിന്നെല്ലാം പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. പഠിച്ചതിൻ്റെ, അതായത് നിങ്ങളൊരാൾ ഒരു കാര്യം പഠിപ്പിച്ചു എന്നതിനർത്ഥം അയാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നല്ല. നിങ്ങൾക്ക് അറിവ് പകർന്നു തന്നു, ബാക്കി അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഷരീഖ് ഷംസുദ്ദീൻ എന്ന വ്യക്തി, നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫീ കൊടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ ഒരിക്കലും ഇദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം ഫീ കൊടുത്ത് മുൻപ്, അതായത് അദ്ദേഹം യൂട്യൂബിൽ 2018 19 ആണെന്ന് തോന്നുന്നു, 19-ലാണെന്ന് തോന്നുന്നു പുള്ളി തുടങ്ങിയത്. ആ സമയത്ത് നിങ്ങൾ അതിന് മുൻപ് ഈ മാർവാടികൾക്കും ഇംഗ്ലീഷ് US മാർക്കറ്റിൽ ദുബായിലൊക്കെ വന്ന് 1 ഡേ കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് US മാർക്കറ്റിൽ കുറേ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസും വെച്ച്, അതായത് ഒരു ദിവസം 500 ദിർഹംസൊക്കെയാണ് ഒരു ക്ലാസ്സിന്. നമുക്ക് പോയാൽ ഒരു ലഞ്ച് അതിൻ്റെ കൂടെ കിട്ടും എന്നല്ലാതെ മറ്റൊന്നും കിട്ടില്ല. 10-50 ആൾക്കാർ ഇരുന്നിട്ട് അവർക്കെല്ലാം തന്നെ ഇയാൾ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് US മാർക്കറ്റിൽ ഡാറ്റ വെച്ച് കാണിച്ച് പറഞ്ഞു തരുന്ന അതും, അതേപോലെ മാർവാടികൾ ഓൺലൈനിൽ, അതായത് എങ്ങനെയും നമ്മുടെ കയ്യിൽ ഉള്ള കാശ് അവരുടെ കയ്യിൽ എത്തിക്കണം എന്ന രീതിയിൽ പരമാവധി വലിയ ഫീസിൽ നടത്തുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിലൊക്കെ പോവും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത്രയും ഫീ കൊടുത്താലും സാറില്ല, എൻ്റെ ലൈഫിൽ സംതിങ് ന്യൂ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എനിക്ക് കടന്നു പോകാൻ പറ്റും, അതിലൂടെ എനിക്ക് ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും ഫീ കൊടുത്തല്ലേ. ഞാനൊക്കെ പോയിട്ടുണ്ട് മാർവാടികൾ എന്ന് പറഞ്ഞാൽ, അതായത് പാൻ തിന്ന് ഇങ്ങനെ ചുണ്ടിലൂടെ ചുവന്ന ഒലിക്കുന്ന ആൾക്കാരൊക്കെ ക്ലാസ്സിൽ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഇതിൽ ഒരു സ്ട്രാറ്റജി ആൽഗോ അല്ല, ഈ നമ്മുടെ ജാതകമൊക്കെ നോക്കിയിട്ട് കണക്കൂട്ടുന്നൊരു സംഭവമില്ലേ, ആ ആസ്ട്രോളജിയുടെ ഒരു ബേസിലുള്ള ഒരു സ്ട്രാറ്റജി പഠിപ്പിച്ച അയാൾ ഇപ്പോഴും എനിക്ക് ആ ഒരു ഏത് നാട്ടിലുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം വർഷങ്ങൾക്ക് മുൻപാണ്. നോർത്തിൽ എവിടെയുള്ള അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പാൻ തിന്നിട്ട് ഒരു കോളാമ്പി എടുത്ത് അതിൽ തുപ്പിക്കൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഇത് വിഷയങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ എന്താണ് സംഭവം എന്ന് നമ്മൾ നോക്കണ്ടായില്ല, നമുക്ക് അതിൽ നിന്നൊരു പുതിയ അറിവ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അയാൾ പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ വരുന്ന, ഇപ്പോൾ ടെക്നിക്കലി അനലൈസ് ചെയ്ത് കിട്ടുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ഡാറ്റ തന്നെയാണ്. പക്ഷേ അന്ന് അതിൻ്റെ കാൽക്കുലേഷൻ ആയിരുന്നു പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇന്ന് നോക്കുമ്പോൾ അതൊരു സംഭവമൊന്നുമല്ല. പക്ഷേ എനിക്ക് അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ലോസ് വന്നാൽ എനിക്ക് അയാളെ ചീത്ത വിളിക്കാൻ അർഹതയില്ല. കാരണം അയാളുടെ അറിവ് എനിക്ക് പകർന്നു തന്നു, ഞാൻ അതിൻ്റെ ഫീ കൊടുത്തു, ബാക്കി അത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കാര്യമാണ്. സോ ഇവിടെ ഇത്രയും വാലിഡായിട്ട് ഇതിൻ്റെ ഒന്നും ഈ യൂട്യൂബിൽ ഷരീഖ് ഷംസുദ്ദീൻ ഷെയർ ചെയ്ത ആ അറിവിൻ്റെ വാല്യൂ നിങ്ങൾ ഫീ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ എത്ര രൂപ വരും എന്നുള്ളത് നമുക്ക് പറ്റുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു 200-ലധികം വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനൊക്കെ നിങ്ങൾ ഫീസ് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നറിയോ? 1-2 ലക്ഷം കൊടുത്താൽ പോരാട്ടോ, അതിനേക്കാൾ ഒരുപാട് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് മാത്രമല്ല, ഈ ഒരു ഓർഡറിൽ പഠിക്കണമെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം ഏത് ട്രെയിനർ എന്താണ് പഠിപ്പിക്കുന്നത്. ഇവർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിൽ മാത്രമല്ല ഇംഗ്ലീഷുകാരും ഉണ്ട്. വെറുതെ ഒരു 10 മിനിറ്റ് ആയിരിക്കും അവരുടെ ശരിക്കുള്ള ആക്ച്വൽ കണ്ടന്റ് ഉണ്ടാവുക. ബാക്കി ഒരു 5 മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിൽ ബാക്കി 4 മണിക്കൂറോ 50 മിനിറ്റോ അവർ പറയുന്നത് വേറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് പറഞ്ഞ് അവസാനം അവരുടെ കണ്ടന്റ് ആക്ച്വൽ കണ്ടന്റിലേക്ക് വരുമ്പോൾ ആ 10 മിനിറ്റുള്ള കണ്ടന്റിനാണ് നമ്മൾ ഇത്രയും വലിയ ഫീ കൊടുക്കുന്നത്. $500 കൊടുത്തിട്ട് ക്ലാസ്സുകളിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ എന്നിങ്ങനെ ആദരിക്കും. അവസാനത്ത് ആ ഒരു 10 മിനിറ്റിൽ നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഫ്രീ ആയിട്ട് ഓൺലൈൻ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മോശമായിട്ട് പറയുന്നത്. അദ്ദേഹം ഇത് പഠിപ്പിച്ചത് കൊണ്ടല്ലേ. നിങ്ങൾ ഫീ കൊടുത്തിട്ട്, അതായത് ഈ ട്രെയിനേഴ്സിനെ, അതായത് നമ്മളൊരു കാര്യത്തിന് ട്രെയിനിങ്ങിന് ഇറങ്ങിയുമ്പോൾ മുൻപുള്ള പഴയ ട്രെയിനേഴ്സ്, ഗുരുക്കന്മാരെന്നൊക്കെ പറയുന്നവർ പറയും അറിവ് അർഹതയുള്ളവന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന്. അറിവ് ഒരാൾക്ക് അത് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ അത് പകർന്നു കൊടുക്കാവൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഈ അറിവ് പകർന്നു കൊടുക്കുന്നത് 2 കൂട്ടരുടെയും രീതി മാറി. ഒന്ന്, കൃത്യമായ സ്റ്റുഡൻസിനെ, പണ്ട് ഈ കളരിയൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും കളരി പഠിപ്പിച്ചു കൊടുക്കില്ല. അപൂർവ ആളുകൾ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കളരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, അതുകൊണ്ട് ആർക്കും പോയി പഠിക്കാം. പക്ഷെ പണ്ട് അങ്ങനെയല്ല. കളരിയുടെ ആശാന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പലരും പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും പഠിപ്പിക്കും, ചിലരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സംഭവം കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് അർഹതയുള്ളവർക്ക് മാത്രമേ അത് കൈമാറ്റം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു, പ്രത്യേകിച്ച് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്, അറിവിൻ്റെ കടലാണ്. പക്ഷെ അതിൽ ആരും അങ്ങോട്ട് പോയിട്ട് എല്ലാവരും പോയി കാണുന്നത് നല്ല കോമഡിയോ എന്തെങ്കിലുമൊക്കെ ടൈം പാസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അപൂർവ ആൾക്കാർ മാത്രമേ അത് കാണുന്നുള്ളൂ. അപ്പോൾ അറിവ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്കായാലും അവരുടെ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. കോഡിങ് പഠിക്കുന്നവർക്കുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആ അറിവ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അർഹതയില്ലാത്തവർക്കും അത് എത്തിച്ചേരുകയാണ്. അർഹതയില്ലാത്തവർക്ക് എത്തിച്ചേരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കത്തി കണ്ടുപിടിച്ച ആൾ ആപ്പിൾ ചെത്താനാണ് കണ്ടുപിടിച്ചതെങ്കിൽ അതെടുത്തിട്ട് മറ്റൊരുത്തനെ കുത്തിക്കൊല്ലാൻ പറ്റും എന്നും, ഈ അർഹതയില്ലാത്തവർക്ക് അറിവ് എത്തിക്കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ നെഗറ്റീവായിട്ട് അത് വെച്ച് എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നതും ചിന്തിക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അർഹതയില്ലാത്തവരുടെ മുന്നിലേക്ക് ഒരുപാട് അറിവുകൾ വന്നെത്തിയപ്പോൾ അതിൻ്റെ മൂല്യം അറിയാതെ അവരത് എന്തൊക്കെയോ രീതിയിൽ എടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൈസ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നെങ്കിൽ എത്ര രൂപ ഫീസ് കൊടുക്കേണ്ടി വരികയായിരിക്കും എന്ന് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. സ്റ്റോക്കിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇന്ന് ഓൺലൈനിൽ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ്സിൻ്റെ ഫീ സ്ട്രക്ചറൊക്കെ ഒന്ന് പോയി നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രമുഖ യൂട്യൂബറിൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഷാരിഖ് ഷംസുദ്ദീനെ അല്ല കുറിച്ചല്ല ഞാൻ പറയുന്നത്, വേറൊരു യൂട്യൂബർ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹം ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുടെ ഫീ ഒക്കെ ഒന്ന് നോക്കുക പോയിട്ട്, എത്ര രൂപ അദ്ദേഹം ഫീ വാങ്ങുന്നുണ്ട്. അദ്ദേഹം വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ 2 ദിവസം 1 ദിവസമൊക്കെയാണ് ക്ലാസ് നടത്തുക. അപ്പോൾ അതിനൊക്കെ എത്ര ഫീ ഉണ്ട് എന്ന് നോക്കുക. അതിനകത്ത് അദ്ദേഹം പഠിപ്പിക്കുന്ന എത്രത്തോളം കാര്യങ്ങളുണ്ട്, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു, അത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര രൂപ ഫീ കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മളുടെ നഷ്ടത്തിന്, ഞാൻ നിങ്ങളെ പോയിന്റ് ചെയ്ത് പറയാം, നിങ്ങളുടെ നഷ്ടത്തിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. അതിന് വേറൊരാളെ ബ്ലെയിം ചെയ്യാൻ, വേറൊരാളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ നഷ്ടത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഓൾറൈറ്റ്. അപ്പോൾ പുതുവർഷമാണ്, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, നഷ്ടങ്ങളില്ലാത്ത ലാഭം മാത്രമുള്ള വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലേറ്റായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ പുതുവർഷം കഴിഞ്ഞിട്ടായിരിക്കും എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നല്ല വർഷം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ടേക്ക് കെയർ. ബൈ.